Hello, this is Python Malayalam. Python Malayalamത്തിന്റെ മറ്റൊരു ട്യൂട്ടോറിയലിലേക്ക് കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോകളിലായിട്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. ക്ലാസ്സുകൾ എന്താണ്, ഒബ്ജക്റ്റുകൾ എന്താണ് നിങ്ങളെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. നമുക്കതിനെ വിഷ്വലായിട്ടൊന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. അഥവാ നമുക്ക് ഒബ്ജക്റ്റുകളെ ഒന്ന് നേരിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പൈത്തൺ ഷെൽ തുറക്കുന്നു. മുമ്പ് നമ്മളൊരു മൊഡ്യൂൾ കണ്ടിട്ടുണ്ടായിരുന്നു, ടേർട്ടിൽ മൊഡ്യൂൾ. ഒരു ആമയെ വെച്ചിട്ട് നമ്മളൊരു ആരോ മാർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ക്യാൻവാസിൽ കുറേ ലൈൻസ് വരച്ച് നമുക്ക് ടേർട്ടിൽ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ടേർട്ടിൽ മൊഡ്യൂളിലെ ഒരു ക്ലാസ് ആണ് പെൻ ക്ലാസ്. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന പെൻ ക്ലാസ്. നമുക്ക് വാസു എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ടേർട്ടിൽ മൊഡ്യൂളിൽ നിന്നാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. turtle.pen ടർട്ടിൽ മൊഡ്യൂളിലുള്ള ഈ മൊഡ്യൂളിലുള്ള പെൻ ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. ആ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റായിട്ട് വാസു ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നതും നമ്മുടെ പിന്നിൽ നമ്മുടെ ക്യാൻവാസ് വന്നു. ഓക്കെ, ഇതാണിപ്പോൾ വാസു എന്ന് പറയുന്ന ഈ പെൻ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റാണ്. വാസുവിനോട് നമ്മൾ മുന്നോട്ട് നടക്കാൻ പറയുന്നു. 100 അടി മുന്നോട്ട് നടക്കാന്ന് പറയുന്നു. വാസു മുന്നോട്ട് നടന്നു. ഓക്കെ, വാസുവിനെ നമുക്ക് ആ ക്യാൻവാസിൽ എങ്ങനെ നടത്താം? വാസു ഒരു ഒബ്ജക്റ്റ്. നമുക്ക് വേറെയും ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കാം. അലി അനദർ ഒബ്ജക്റ്റ് ഓഫ് പെൻ ക്ലാസ്. ഇതേ കണ്ടോ, നമ്മുടെ ക്യാൻവാസിൽ പുതിയൊരാളും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റ് അലി. അലിയോട് നമ്മൾ ബാക്ക്വേർഡ് 100 പിക്സൽ നടക്കാൻ പറയുന്നു. അലി പിന്നോട്ട് നടക്കുന്നു. അലിയോട് നമ്മൾ നേരെ തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു, റൈറ്റിലേക്ക് 180 ഡിഗ്രി തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. അലി അങ്ങോട്ട് തിരിഞ്ഞു. നമുക്ക് പുതിയൊരാൾ ഇമ്പോർട്ട് ചെയ്യാം, ടോം. ടേർട്ടിൽ മൊഡ്യൂളിലെ പെൻ ക്ലാസിൻ്റെ അടുത്ത ഒബ്ജക്റ്റാണ് ടോം. ടോം അവിടെ വന്നു. ടോമിനോട് നമ്മൾ ലെഫ്റ്റിലേക്ക് 90 ഡിഗ്രി ടേൺ ചെയ്യാൻ പറഞ്ഞു. ടോം തിരികുകയുണ്ടായി. ടോമിനോട് നമ്മൾ ഫോർവേഡ് 100 പിക്സൽ. ടോം അങ്ങോട്ട് പോയി. നമുക്ക് അടുത്ത ആളെ ഇറക്കാം. turtle.pen ബോബ് വന്നു. ബോബിനോട് നമ്മൾ റൈറ്റിലേക്ക് 90 ഡിഗ്രി ടേൺ ചെയ്യാൻ പറഞ്ഞു. ബോബിനോട് നമ്മൾ ഫോർവേഡ് 100. ബോബ് മാർച്ച്. ഓക്കെ, എങ്ങനെയുണ്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്? ഇറ്റ്സ് വെരി ഈസി ആൻഡ് സിമ്പിൾ. പെൻ ക്ലാസ്സിൻ്റെ 4 ഒബ്ജക്റ്റുകൾ, 4 പേരെയും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. 4 പേരും ഒരേ സ്വഭാവ സവിശേഷതകൾ പങ്കുവെക്കുന്നു, എന്നാൽ 4 പേരും വ്യത്യസ്തരായിട്ടുള്ള ഒബ്ജക്റ്റുകളാണ്. ഇതിനെ നിങ്ങൾക്ക് വേറെ രൂപത്തിൽ ചിന്തിക്കാവുന്നതാണ്, ഒരു ഗെയിം എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇതൊക്കെ ഓരോ പടയാളികൾ, വാരിയേഴ്സ്, ആക്ടേഴ്സാണ്. അവർ ഓരോരുത്തരായിട്ട് നമ്മളിങ്ങനെ ഗെയിം, നീ അങ്ങോട്ട് പോ, നീ ഇങ്ങോട്ട് പോ, നീ ഇങ്ങോട്ട് പോവാ, നീ വെടിവെക്കുക, ഇയാൾ വാസു വെടിവെക്കുന്നു, അലി തിരിച്ചു വെടിവെക്കുന്നു, അല്ലെങ്കിൽ ബോബ് അമ്പ് ചെയ്യുന്നു, ടോം വാൾപ്പായിട്ട് നടത്തുന്നു. അങ്ങനെ പല രൂപത്തിൽ നമുക്ക് ഒബ്ജക്റ്റുകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എന്താണ് ക്ലാസ്സും ഒബ്ജക്റ്റും, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബെനിഫിറ്റ് ഒക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പെൻ ക്ലാസ്സിൻ്റെ ഒരുപാട് ഒബ്ജക്റ്റുകൾ, ഇനിയും ഒരുപാട് ആളുകൾ നമുക്ക് നിറയെ ഉണ്ടാക്കാം. ഈ ക്യാൻവാസിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അവയെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. റൈറ്റ്, ഓക്കെ, നിങ്ങൾക്ക് ഓരോരുത്തരെയും അങ്ങനെ ഉപയോഗിച്ചിട്ട് ഓരോരുത്തരെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം, സ്വതന്ത്രമായിട്ട് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ മെച്ചം. എന്നാൽ അവക്കെല്ലാം പൊതുവായ സവിശേഷതകളുണ്ട്. അതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന് നിങ്ങൾക്ക് നിരവധി എക്സാമ്പിളുകൾ വളരെ സിമ്പിളായിട്ട് മുൻപത്തെ എപ്പിസോഡുകൾ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള എക്സാമ്പിളുകളൊക്കെ നിങ്ങൾ നിരവധി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്താണ് ഒബ്ജക്റ്റുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, പരസ്പരം അവ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ ചർച്ച ചെയ്യാം.
അതുവരെ പൈതൺ മലയാളത്തിൽ നിന്നും വിട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ. പൈതൺ മലയാളത്തിൻ്റെ കൂടുതൽ വീഡിയോകൾ താമസിയാതെ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.